എക്സലൻറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സമൂഹത്തിലെ 4 തരം ആൾക്കാരെക്കുറിച്ചാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ തുടർ വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ 4 തരം ആൾക്കാരെ കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ 2 തരം ആൾക്കാരായിട്ടാണ് ഇവരെ വിഭജിക്കാറുള്ളത്. പാവപ്പെട്ടവനെന്നും പണക്കാരനെന്നും. പാവപ്പെട്ടവനെന്നും പാവപ്പെട്ടവനാവുകയും, അതായത് ദരിദ്രനെന്നും ദരിദ്രനായി പണക്കാരൻ വീണ്ടും വീണ്ടും പണക്കാരനാവുകയും ചെയ്യുന്ന പ്രതിഭാസം. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. സമൂഹത്തിലെ 4 വിഭാഗം ആൾക്കാരെ സമൂഹം 2ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇത് പാവപ്പെട്ടവനെന്നും പണക്കാരനെന്നും ആണെന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞു. പണക്കാരെ 3 കാറ്റഗറിയായിട്ട് തരംതിരിക്കാം. പണം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, ബിസിനസ്സുകാർ, മാൻ പവർ കൺസൾട്ടിങ് നടത്തുന്നവർ എന്നിങ്ങനെയാണ് നമ്മൾ പണക്കാരെ 3ആയിട്ട് തരംതിരിക്കുന്നത്. ഇതിൽ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഒന്നാമതായി പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന, അതായത് ഇൻവെസ്റ്റേഴ്സ്. സാമ്പത്തിക വിപണികളെ ഫലപ്രദമായി നയിക്കാൻ നിക്ഷേപകരെ പ്രാപ്തരാക്കുന്ന പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇവർക്കുണ്ട്. റിസ്ക് ടോളറൻസ്, വ്യക്തമായ സാമ്പത്തിക ലക്ഷ്യങ്ങൾ, ഗവേഷണാധിഷ്ഠിത സമീപനം, ക്ഷമ, വൈവിധ്യവൽക്കരണം, പൊരുത്തപ്പെടൽ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കണക്കുകൂട്ടിയ അപകട സാധ്യതകൾ ഏറ്റെടുക്കുന്നതിലൂടെയും സമഗ്രമായ വിപണി വിശകലനം നടത്തുന്നതിലൂടെയും ദീർഘകാല വീക്ഷണം നിലനിർത്തുന്നതിലൂടെയും നിക്ഷേപകർക്ക് വിവരമുള്ള തീരുമാനങ്ങൾ എടുക്കാനും ആവശ്യാനുസരണം അവരുടെ തന്ത്രങ്ങൾ ക്രമീകരിക്കാനും കഴിയുന്നതിലൂടെ ഇവർ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കും. ഈ സ്വഭാവ സവിശേഷതകളുടെ സംയോജനമാണ് നിക്ഷേപകരെ അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നത്. അത് സമ്പത്തിൻ്റെ വളർച്ച, വരുമാനത്തിൻ്റെ വർധനവ് അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്നിവ നേടുവാൻ ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കുന്നുണ്ട്. നിക്ഷേപകർ സാമ്പത്തിക വിശകലനം, റിസ്ക് മാനേജ്മെൻറ്റ്, മാർക്കറ്റ് പരിജ്ഞാനം, തന്ത്രപരമായ തീരുമാനമെടുക്കൽ എന്നിവയിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. അവസരങ്ങൾ വിലയിരുത്തുന്നതിനും അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനും ഇത് സഹായിക്കുന്നു. അവരുടെ വൈദഗ്ധ്യവും വിപണി ധാരണയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിക്ഷേപകർ മൂലധന മൂല്യം, ലാഭവിഹിതം അല്ലെങ്കിൽ പലിശയിൽ നിന്നുള്ള വരുമാനം എന്നിവയിലൂടെ അവരുടെ നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനം നേടാൻ ശ്രമിക്കുന്നു. അവരുടെ ശക്തമായ തീരുമാനങ്ങൾ ബിസിനസ് വളർച്ചയെ സഹായിക്കുന്നു. മൂലധന വളർച്ച, ലാഭവിഹിത വരുമാനം, പലിശ വരുമാനം, സംയുക്ത പലിശ എന്നിവയിൽ, അതായത് കൂട്ടുപലിശ എന്നിവയിലൂടെ നിക്ഷേപകർ സമ്പത്ത് ശേഖരിക്കുന്നു. വിവരമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിലൂടെയും ദീർഘകാല വീക്ഷണം സ്വീകരിക്കുന്നതിലൂടെയും അവരുടെ പോർട്ട്ഫോളിയോകൾ വൈവിധ്യവൽക്കരിക്കുന്നതിലൂടെയും തന്ത്രപരമായി നിക്ഷേപിക്കുന്നതിലൂടെയും അവർക്ക് ഗണ്യമായ വരുമാനം നേടാൻ കഴിയും. ഈ ഘടകങ്ങളുടെ സംയോജനം നിക്ഷേപകരെ കാലക്രമേണ സമ്പത്ത് കെട്ടിപ്പടുക്കുവാനും സമർത്ഥവും അച്ചടക്കമുള്ളതുമായ നിക്ഷേപ രീതികളിലൂടെ അവരുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനും അനുവദിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് ബിസിനസ്സുകാർ എങ്ങനെയാണ് നോക്കാം. വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, ബിസിനസ് നടത്തുന്ന, സാമ്പത്തിക റിസ്കുകൾ എടുക്കുന്ന, ലാഭം തേടുന്ന വ്യക്തിയാണ് ബിസിനസ്സുകാരൻ. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്ന സംരംഭകരോ, പ്രാദേശിക പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചെറുകിട ബിസിനസ് ഉടമകളോ, വലിയ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവുകളോ, വരുമാനം ഉണ്ടാക്കുന്ന നിക്ഷേപകരോ ആകാം ഈ ബിസിനസ്സുകാർ. നവീകരണവും സാമ്പത്തിക വളർച്ചയും നയിക്കുന്നതിലൂടെ വ്യവസായങ്ങളെയും സമൂഹങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ ബിസിനസ്സുകാർ നിർണായകമായ പങ്കുവഹിക്കുന്നുണ്ട്. പൊരുത്തപ്പെടാനും നവീകരിക്കാനും നയിക്കാനുമുള്ള അവരുടെ കഴിവ് അവരുടെ വിജയത്തിനും സ്വാധീനത്തിനും കാരണമാകുന്നു. സംരംഭങ്ങൾ, നിക്ഷേപങ്ങൾ, നവീകരണം, റിസ്ക് ഏറ്റെടുക്കൽ എന്നിവയിലൂടെ ബിസിനസ്സുകാർ വരുമാനം ഉണ്ടാക്കും. വിപണിയിലെ ആവശ്യം നിറവേറ്റൽ, മത്സര നേട്ടം സ്ഥാപിക്കൽ, കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ, തന്ത്രപരമായ തീരുമാനമെടുക്കൽ എന്നിവയാണ് അവരുടെ വിജയത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. വിൽപ്പന വരുമാനം, നിക്ഷേപ വരുമാനം, പങ്കാളിത്തം എന്നിവയിൽ നിന്നാണ് അവർക്ക് വരുമാന സ്രോതസ്സുകൾ ഉണ്ടാകുന്നത്.
അവസരങ്ങൾ തിരിച്ചറിയുന്നതിലൂടെയും വിഭവങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിലൂടെയും സമയത്തെ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിലൂടെയും ഉപഭോക്താക്കൾക്ക് മൂല്യം നൽകുന്നതിലൂടെയും ബിസിനസ്സുകാർ സാമ്പത്തിക വിജയം നേടാനും ബിസിനസ് നയിക്കാനും അവർക്ക് സാധിക്കുന്നു. ഇതിലൂടെ അവരുടെ ബിസിനസ് വളരെയധികം മുന്നോട്ട് പോകുന്നു. വിജയകരമായ ബിസിനസ്സുകാർ സംരംഭത്വ മനോഭാവം, തന്ത്രപരമായ ചിന്ത, നേതൃശേഷി, പ്രതിരോധശേഷി തുടങ്ങിയ പ്രധാന സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ദീർഘവീക്ഷണത്തോടെയുള്ള ചിന്ത, പ്രശ്നപരിഹാരം, ഫലപ്രദമായ ആശയവിനിമയം, നെറ്റ്വർക്കിംഗ്, സാമ്പത്തിക അച്ചടക്കം തുടങ്ങിയ ഗുണങ്ങൾ അവർക്കുണ്ട്. സമയ മാനേജ്മെൻറ്റ്, അതായത് ടൈം മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ്, ചർച്ചകൾ എന്നിവയാണ് അവശ്യ കഴിവുകൾ അവർ ഉൾപ്പെടുന്നത്. ഈ ഗുണങ്ങൾ സംയോജിപ്പിക്കുന്നതിലൂടെ ബിസിനസ് പ്രൊഫഷണലുകൾക്ക് ശക്തമായ ടീമുകളെ ഉണ്ടാക്കുവാനും അവർക്ക് നേതൃത്വം കൊടുക്കുവാനും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകളിൽ വിജയം നേടുവാനും കഴിയും. അവസരങ്ങൾ തിരിച്ചറിയുവാനും വിഭവങ്ങൾ കൈകാര്യം ചെയ്യുവാനും ഉപഭോക്താക്കൾക്ക് മൂല്യം നൽകാനുമുള്ള അവരുടെ കഴിവിൽ നിന്നാണ് ബിസിനസ്സുകാരുടെ വരുമാനം ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് നമുക്ക് മാൻ പവർ കൺസൾട്ടൻസ്. ഇവർ ജോലി ചെയ്യുന്നതിനോടൊപ്പം മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിക്കുക കൂടി ചെയ്യുന്നു. അതായത് നമുക്ക് ഒരു ദിവസം 8 മണിക്കൂറാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മളീ പറഞ്ഞ 3 കാറ്റഗറി ആൾക്കാരും കൂടുതൽ ആൾക്കാരെ വെച്ച് കൂടുതൽ മണിക്കൂർ ജോലി ചെയ്യുന്നു. 10 പേര് 8 മണിക്കൂർ വീതം ജോലി ചെയ്യുമ്പോൾ 80 മണിക്കൂർ ഒരു ദിവസം അദ്ദേഹത്തിന് ലഭിക്കുന്നു. അങ്ങനെ ടൈം മാനേജ്മെൻറ്റും ടൈം ലിവറേജും കൃത്യമായി നടപ്പാക്കുന്ന 3 കൂട്ടരാണ് ഇൻവെസ്റ്റേഴ്സ്, ബിസിനസ്, പിന്നെ മാൻ പവർ കൺസൾട്ടൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം കൂടുതൽ മണിക്കൂറുകൾ ഇവർക്കൊക്കെ ചെയ്യുവാൻ സാധിക്കും. തൊഴിലുടമകൾ, സംരംഭകർ, ബിസിനസ് ഉടമകൾ തുടങ്ങി മാൻ പവർ കൺസൾട്ടൻ്റ് അഥവാ മനുഷ്യശക്തി ഉപയോഗിക്കുന്ന വ്യക്തികൾ നേതൃത്വം, തന്ത്രപരമായ ചിന്ത, ഫലപ്രദമായ ആശയവിനിമയം, പ്രശ്നപരിഹാരം, ശക്തമായ തീരുമാനമെടുക്കൽ തുടങ്ങിയ പ്രധാന സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നു. ഈ സ്വഭാവവിശേഷങ്ങൾ അവരെ ടീമുകളെ നിയന്ത്രിക്കാനും വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കാനും തൊഴിൽ ശക്തിയുടെ വെല്ലുവിളികളെ നേരിടാനും പ്രാപ്തരാക്കുന്നു. ഉദാഹരണത്തിന് ബിസിനസ് ഉടമകൾ, മാനേജർമാർ, കോൺട്രാക്ടർമാർ, HR പ്രൊഫഷണലുകൾ എന്നിവരെല്ലാം സംഘടനാ വിജയം നേടുന്നതിനും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും മനുഷ്യ വിഭവശേഷി പ്രയോജനപ്പെടുത്തുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. മാൻ പവർ കൺസൾട്ടന്മാർ തൊഴിൽ വൈദഗ്ധ്യം, മാനവ വിഭവശേഷിയിലെ പ്രത്യേക അറിവ്, തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ, വിപുലീകരിക്കാനുള്ള ബിസിനസ് മോഡലുകൾ എന്നിവയ്ക്കുള്ള ഉയർന്ന ആവശ്യകത പ്രയോജനപ്പെടുത്തുന്നതിലൂടെ സാമ്പത്തിക വിജയം കൈവരിക്കുന്നു. വൈദഗ്ധ്യം, പ്രൊഫഷണൽ നെറ്റ്വർക്കുകൾ, പൊരുത്തപ്പെടലുകൾ, മൂല്യവർദ്ധിത സേവനങ്ങൾ നൽകൽ എന്നിവയാണ് അവരുടെ വിജയത്തിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ. ഈ വൈദഗ്ധ്യവും തന്ത്രപരമായ ഉൾക്കാഴ്ചകൾ നൽകാനുള്ള കഴിവും ലാഭകരമായ കരാറുകളിലേക്കും ആവർത്തിച്ചുള്ള ബിസിനസ്സിലേക്കും അവരെ നയിക്കുന്നു. ഇത് ആത്യന്തികമായി അവരുടെ വിജയത്തിന്, സാമ്പത്തിക വിജയത്തിന് കാരണമാകുന്നു. 4ാമത്തെ കാറ്റഗറിയാണ് തൊഴിലാളികൾ, അഥവാ വർക്കേഴ്സ്. ഇവർക്ക് മുകളിൽ പറഞ്ഞ 3 കൂട്ടരുടെയും കഴിവുകളുണ്ട്. പക്ഷേ അത് ഫലപ്രദമായി വിനിയോഗിക്കുവാൻ അറിയില്ല. ജീവിത പ്രാരാബ്ദങ്ങളിൽപ്പെട്ട് ആ കഴിവുകളെ പുറത്തെടുക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ഇവർക്ക് ജീവിതത്തിൽ അവശേഷിക്കുന്നത് പൂർത്തിയാക്കുവാൻ കഴിയാത്ത കുറച്ച് സ്വപ്നങ്ങളും കടങ്ങളും മാത്രമാണ്. മറ്റുള്ളവരുടെ കീഴിൽ അവരുടെ ആജ്ഞാനുസരണം ജോലി ചെയ്യുന്ന ഇവർക്ക് ഒരു ദിവസം ലഭിക്കുന്നത് കേവലം 8 മണിക്കൂർ മാത്രമാണ്. ഇവർ തങ്ങളുടെ ജീവിതത്തിലെ 8 മണിക്കൂർ ദിവസവും മറ്റുള്ളവർക്ക് വിൽക്കുന്നു. ഇന്നുവരെ സമൂഹത്തിൽ പൂർണ്ണമായ ഒരു ജീവിതം നയിക്കുവാൻ കഴിയാത്തവരാണ് ഇവർ. ഈ മണ്ണിൽ പിറന്ന് ആർക്കോ വേണ്ടി തങ്ങളുടെ അധ്വാനത്തെ വിറ്റ് ഉപജീവനം കഴിച്ച് രോഗികളായി ആരുമാലും ശ്രദ്ധിക്കാതെ മുൻപ് തങ്ങളുടെ അധ്വാനത്തെ വിലക്കെടുത്തവർ പോലും തിരിഞ്ഞു നോക്കാതെ ഈ മണ്ണ് വിട്ടുപോകേണ്ട ഗതഭാഗ്യരാണ്. അതാണ് തൊഴിലാളികൾ. ശാരീരിക ക്ഷമത, സാങ്കേതിക കഴിവുകൾ, എന്തിനോടും പൊരുത്തപ്പെടാനുള്ള മനസ്സ് തുടങ്ങി പ്രധാന സവിശേഷതകൾ തൊഴിലാളികൾ പ്രകടിപ്പിക്കുന്നു. ഈ സ്വഭാവ വിശേഷങ്ങൾ അവരെ ശാരീരിക അധ്വാനം ചെയ്യാനും
വിവിധ പരിസ്ഥിതികളിൽ നിന്നും ഫലപ്രദമായി പ്രവർത്തിക്കാനും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സംഭാവന നൽകുവാനും അവരെ പ്രാപ്തരാക്കുന്നു. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും സംഭാവന നൽകിക്കൊണ്ട് ഈ വ്യക്തികൾ വിവിധ മേഖലകളിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നു. പരിമിതമായ സാമ്പത്തിക സ്രോതസ്സുകൾ, നൈപുണ്യ വികസനത്തിന് തടസ്സം, ഉയർന്ന ജീവിത ചെലവുകൾ, പരിമിതമായ നിക്ഷേപ അവസരങ്ങൾ, ദിവസവും തൊഴിൽ ലഭ്യത കുറവ്, അസ്ഥിരമായ വരുമാനം, സാമ്പത്തിക സാക്ഷരത ഇല്ലായ്മ, സമയത്തെ ഫലപ്രദമായി വിനിയോഗിക്കുവാനുള്ള അറിവില്ലായ്മ എന്നിവ കാരണം തൊഴിലാളികൾക്ക് സമ്പത്ത് സമ്പാദിക്കുന്നതിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. എന്നിരുന്നാലും വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനത്തിലൂടെയും പുതിയ കഴിവുകൾ നേടൽ, സാമ്പത്തിക സാക്ഷരത മെച്ചപ്പെടുത്തൽ, കരിയർ പുരോഗതിക്കുള്ള അവസരങ്ങൾ പിന്തുടരൽ, സമയത്തെ ഫലപ്രദമായി വിനിയോഗിക്കൽ, ഒരു വരുമാനത്തിൽ മാത്രം ആശ്രയിച്ചു നിൽക്കാതെ മറ്റൊരു വരുമാനത്തെ കൂടി ആശ്രയിക്കൽ, സംരംഭകത്വം, സാമൂഹിക പിന്തുണ പ്രയോജനപ്പെടുത്തൽ എന്നിവയിലൂടെ മുകളിലുള്ള 3 ശ്രേണിയിലേക്ക് ഒരു തൊഴിലാളിക്ക് കടന്നു വരുവാൻ സാധിക്കും. ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്ന വെല്ലുവിളികളെ നേരിടുന്നതിലൂടെയും അവസരങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിലൂടെയും വ്യക്തികൾക്ക് അവരുടെ സാമ്പത്തിക സ്ഥിരത മെച്ചപ്പെടുത്തുന്നതിനും കൂടുതൽ സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കാൻ കഴിയും. ഒട്ടേറെ തൊഴിലാളികൾ കോൺട്രാക്ട് പദവിയിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് കാണാം. നമ്മുടെ നാട്ടിലൊക്കെ ഒരാളെ കാണുമ്പോൾ പണ്ടിവിടെ തമിഴ്നാട്ടിൽ നിന്ന് ആണി പറിക്കാൻ വന്നാൽ ഇപ്പോൾ അവന് വൻ മുതലാളിയാണെന്ന് പറയും. എങ്ങനെ? അവൻ കൂടുതൽ ആൾക്കാരെ വെച്ച് ജോലി ചെയ്യിച്ചു. നമ്മുടെ നാട്ടിലെ തട്ടുകട നോക്ക്, എവിടെ നിന്നോ വന്നു, നമ്മുടെ നാട്ടിലൊരു തട്ടുകടയിരുന്നു, അവൻ അവിടുന്ന് 10 തൊഴിലാളികളെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. അപ്പോൾ ഒരു ദിവസം അവന് കിട്ടുന്നത് 10 തൊഴിലാളികൾ 10 × 8 80 മണിക്കൂർ അധ്വാനമാണ്. അപ്പോൾ ആ 8 മണിക്കൂർ അധ്വാനത്തിൻ്റെ ഫലവും 80 മണിക്കൂർ അധ്വാനത്തിൻ്റെ ഫലവും വ്യത്യസ്തമാണ്. ഇതുപോലെ ഒരു പറമ്പ് കിളയ്ക്കുന്ന ഒരു കർഷകനായിക്കോട്ടെ, അദ്ദേഹം 10-20 തൊഴിലാളികളെ വെച്ചിട്ട് ഉടമ്പടിക്ക് പറമ്പുകൾ ഏറ്റെടുത്ത് കിളയ്ക്കാൻ നോക്കിക്കേ. ഒരു ദിവസം 20 തൊഴിലാളികൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര മണിക്കൂറാണ് അദ്ദേഹം ഒരു ദിവസം വർക്ക് ചെയ്യുന്നതെന്ന് നോക്ക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലാകെ മാറും. ഈ ഒരു രീതിയിലേക്ക് മാറുവാൻ ഈ 4ാമത്തെ വർഗത്തിന്, അതായത് തൊഴിലാളി വർഗത്തിന് കഴിയണം. ഇപ്പോൾ നമ്മൾ ആ 4 കാറ്റഗറി ആൾക്കാരെ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക. ഏറ്റവും താഴത്തെ കാറ്റഗറിയിലാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സമയത്തിൻ്റെ വില മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ കടബാധ്യതകൾ മാത്രമായിരിക്കും നമുക്ക് മിച്ചം. ചിലർ പറയും എനിക്കൊരു രൂപ കടമില്ല. ശരിയായിരിക്കാം. പക്ഷേ ന്യൂ ജനറേഷനായ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് കൂടി ചിന്തിക്കുക. അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു അധിക വരുമാനം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് നിങ്ങളെ സഹായിക്കുന്നതിന് മികച്ച പരിശീലനം നൽകുന്നതിനും എക്സലൻ്റ് അക്കാഡമി നിങ്ങളോടൊപ്പമുണ്ട് എപ്പോഴും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ താല്പര്യമുള്ളവർക്ക് ഒരു രൂപ മുടക്കാതെ നമ്മുടെ സാമ്പത്തിക സാക്ഷരതാ ക്ലാസ്സുകളിൽ പങ്കെടുക്കാവുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് സാക്ഷരതാ ക്ലാസ്സുകളിൽ എക്സലൻ്റ് അക്കാഡമിയുടെ അധ്യാപകർ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത ഒരു അനുഭവം ഞങ്ങൾക്കുണ്ട്. ആ കാലഘട്ടങ്ങളിൽ ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതേപോലെ ഒരു വലിയ വർക്കാണ് ഇപ്പം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ബാങ്കുകൾ, വിവിധ സന്നദ്ധ സംഘടനകളൊക്കെ സാക്ഷരതാ ക്ലാസ്സുകൾ, സാമ്പത്തിക സാക്ഷരതാ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്തരം സാമ്പത്തിക സാക്ഷരതാ ക്ലാസ്സുകളിലേക്ക് ഓരോ തൊഴിലാളിയും കടന്നു വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ കോണിൽ എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു സെൻറ്റൻസ് ഉടക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട്
അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.